ഹായ്, ഇന്നൊരു അടിപൊളി എല്ലിച്ചാറ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. അതിന് എല്ലും ഇറച്ചിയും കൂടെ വേവിക്കാൻ വെക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു വലിയ തേങ്ങ ഫുള്ള് ചിരണ്ടിയത്, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ എല്ലും ഇറച്ചിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലും ഇറച്ചിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് അടപ്പത്ത് വെക്കണം തിളപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അടപ്പിൽ വെച്ച എല്ലിലേക്ക് 1 ടീസ്പൂൺ ചൊറുക്ക ഇടണം. വിനാഗിരി 1 ടീസ്പൂൺ വിനാഗിരി ഇടണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിക്കണം. ഇതിൻ്റെ ചാറിന് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അത്രയും വെള്ളം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് തിക്നെസ് വേണം. എല്ലാം കൂടി ഇട്ട് ഇളക്കണം. ഈ ചാറ് തിളപ്പിക്കരുത്, ചെറുതായിട്ട് ചൂടാവാനേ പാടുള്ളൂ, തിളപ്പിക്കരുത്. അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. ഈ എല്ലിച്ചാറ് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. അങ്ങനെ കടുക് പൊട്ടിച്ചത് ആ ചാറിലേക്ക് ഒഴിക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി ചേർക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചാറിന്. ഞാനിവിടെ വന്നപ്പോഴാണ് ഈ ചാറ് കഴിക്കണത്, ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. തേങ്ങ കൂടുതൽ എടുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.